മക്കളെ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ടോപ്പിക് സിമ്പിൾ പെൻഡുലം ആണ്. അപ്പൊ എന്താ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു മാസിനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഒരു ഹെവി ആയിട്ടുള്ള ഒരു മാസിനെ, ആ മാസിനെ നമുക്ക് ബോബ് എന്നൊക്കെ വിളിക്കാം. ബോബ്, ഇതാണ് നമ്മുടെ സ്ട്രിങ് കേട്ടോ. അപ്പൊ ഒരു ഹെവി മാസ് ആയിട്ടുള്ള ഒരു ബോബിനെ നമ്മളൊരു സ്ട്രിങ് വെച്ച് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെച്ചിരിക്കുക, സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറയുന്നത് എന്താ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ബോബിന്റെ സെന്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അടിയിലുള്ള ആ ബോബിന്റെ സെന്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെറുതായി സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും മക്കളെ, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ആ ഓസിലേഷൻ, അപ്പൊ അതായത് ഇവിടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു, ഒന്ന് ഡിസ്പ്ലേസ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലേക്കും അത് ഇങ്ങനെ മൂവ് ചെയ്ത് അത് ഓസിലേഷൻ ആരംഭിക്കും, SHM ആരംഭിക്കും. അപ്പോ അതിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൈം പീരീഡ് T ഈക്വൽ ടു 2π × √L/g. അപ്പോ ഒരു സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ 2π × √L/g. L എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് പെൻഡുലം ആണ് മക്കളെ, ശ്രദ്ധിക്കണം, ലെങ്ത് ഓഫ് പെൻഡുലം. ഇപ്പൊ ലെങ്ത് ഓഫ് പെൻഡുലം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ എവിടെ വരെ ഉള്ളത്, പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ നമ്മുടെ സെന്റർ ഓഫ് മാസ് ഓഫ് ബോബ് വരെയുള്ളതാണ്. സോ G എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് G. സോ ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഇക്വേഷൻ. ടൈം പീരീഡ് T ഈക്വൽ ടു 2π × √L/g. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ മാസ് ഓഫ് ദ ബോബ്. മാസ് ഓഫ് ദ ബോബ്, അതായത് ബോബിന്റെ മാസിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ടൈം പീരീഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് പെൻഡുലം അല്ലെ, ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് പെൻഡുലം. മക്കളെ ലെങ്ത് ഓഫ് പെൻഡുലത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം, ലെങ്ത് ഓഫ് പെൻഡുലത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാസിനെ, ബോബിന്റെ മാസിനെ എന്ത് ചെയ്യുന്നില്ല മക്കളെ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോ ലെങ്ത് ഓഫ് പെൻഡുലത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ റിലേഷൻ നോക്കുമ്പോൾ ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു √L അല്ലെ, ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു √L ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു √L ആൻഡ് ടൈം പീരീഡ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു L. ടൈം പീരീഡ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു L. അപ്പൊ ടൈം പീരീഡ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു L എന്ന് പറയാം. ടൈം പീരീഡ് അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു √L എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ ഇതാണ് ടൈം പീരീഡും ലെങ്ത്തും തമ്മിലുള്ള പ്രപ്പോർഷണാലിറ്റി. മാസിന് എന്ത് ചെയ്യുന്നില്ല മക്കളെ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ചോദ്യം വരാറുണ്ട്. ആംപ്ലിറ്റ്യൂഡിനെ സാധാരണ രീതിയിൽ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല മക്കളെ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നോക്കൂ, yes, time period is independent on amplitude if it is small. വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇഫ് ഇറ്റ് ഈസ് ലാർജ്, അതായത് വളരെ വലിയ ആംപ്ലിറ്റ്യൂഡ് ആണ് മക്കളെ. വലിയ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഡിസ്റ്റൻസിലേക്ക് ഈ ബോബ് നീങ്ങുന്നു വിചാരിക്കുക. ഇപ്പൊ ഇവിടേക്കൊക്കെ നീങ്ങുന്നു വിചാരിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ അല്ലെ. നമ്മൾ ഈ ബോബിനെ വളരെ വലുതാക്കി ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇവിടെ വലിയൊരു ആംഗിൾ ഉണ്ടാവും, തീറ്റ, വലിയൊരു ആംഗിൾ ഉണ്ടാവും. ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ചെറിയ ആംഗിൾ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചാൽ മതി, യൂസ് യുവർ കോമൺ സെൻസ്. അപ്പൊ നമ്മൾ ഇത് നമ്മുടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. നമ്മൾ ചെറുതായിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ, അതായത് ചെറിയ ആംപ്ലിറ്റ്യൂഡ്, ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. ചെറിയ ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ചെറുതായിരിക്കും. നമ്മൾ കുറച്ചുകൂടി വലിയൊരു ആംപ്ലിറ്റ്യൂഡിൽ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ കുറച്ചുകൂടി എന്തായിരിക്കും മക്കളെ, വലുതായിരിക്കും. സോ ഇഫ് ഇറ്റ് ഈസ് ലാർജ്, അതായത് ആംപ്ലിറ്റ്യൂഡ് ലാർജ് ആണെങ്കിൽ തീറ്റ ഈസ് വെരി ലാർജ് അല്ലെ. തീറ്റ എന്തായി മാറും മക്കളെ, വലുതായി മാറും. അങ്ങനെ തീറ്റ വലുതായി മാറുമ്പോൾ വലിയ ആംപ്ലിറ്റ്യൂഡ് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും വലുതാവുന്ന കാരണം കൊണ്ട് മക്കളെ ടൈം പീരീഡ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. 2π × √L/g × 1 + θ² / 16. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് സാറ് പറഞ്ഞത്. 2π × √L/g × 1 + θ² / 16. അപ്പൊ ഇത് വളരെ വലിയ ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ, ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ലാർജ് എന്ന് പറയാം, ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ലാർജ്, തീറ്റ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും മക്കളെ, വലുതായിരിക്കും. അങ്ങനെ വലിയൊരു ആംഗിൾ വന്നുകയാണെങ്കിൽ
2.√L/g into 1 plus theta square by 16. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ വിരളം, ചോദിക്കാൻ തന്നെ ചാൻസ് ഇല്ല. അപ്പോ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണ് സാധാരണ ചോദിക്കാറ്. അപ്പൊ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ എന്താ മക്കളെ, ഈ ടൈം പീരീഡ് ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല കേട്ടോ. യെസ്, അപ്പോ നമുക്ക് റിലേഷൻസ് നമുക്ക് കിട്ടിയത് എന്താന്ന് പറഞ്ഞാൽ നമ്മള് ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു √L എന്ന് കിട്ടി മക്കളെ. അവരുടെ ഗ്രാഫ് ചെറുതായിട്ടൊന്ന് വരച്ചു കഴിഞ്ഞാൽ ടൈം പീരീഡും √L നമ്മളുടെ ഗ്രാഫ് അപ്പൊ ഇൻക്ലൈൻഡ് എന്ത് വരും മക്കളെ, സ്ട്രെയിറ്റ് ലൈൻ വരും അല്ലെ. അല്ലെങ്കിൽ ടൈം പീരീഡ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു L എന്ന് കിട്ടി. അപ്പൊ ടൈം പീരീഡ് സ്ക്വയറും ലെങ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് വരും, നമുക്ക് അവിടെയും എന്ത് വരും, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും അല്ലെ. കാരണം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ഗ്രാഫുകൾ കേട്ടോ. ഇപ്പൊ ടൈം പീരീഡ് √L ഗ്രാഫും അല്ലെങ്കിൽ ടൈം പീരീഡ് സ്ക്വയറിന്റെയും √L ഗ്രാഫ് എന്ത് വരുന്നുണ്ട് മക്കളെ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ വരുന്നുണ്ട്. യെസ്, അപ്പൊ ആ ഗ്രാഫുകൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മള് ജി ആയിട്ട് വെച്ച് നോക്കുമ്പോ ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/√g അല്ലെ, 2.√L/g. ജി അടിയിലാവുന്നതാണ്. സോ 1/√g ആണ് നമ്മുടെ ടൈം പീരീഡിന്റെ റിലേഷൻ വരുന്നത്. അപ്പൊ ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/√g. അപ്പൊ ഇത് വരും മക്കളെ, ടൈം പീരീഡും 1/√gയും 1/√g തമ്മിലുള്ള ലിമിറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാരണം അവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ആരൊക്കെ തമ്മില്, ടൈം പീരീഡും 1/√g. ഇനിയിപ്പോ ടൈം പീരീഡും ജിയും ആണെങ്കിൽ മക്കളെ, ടൈം പീരീഡും √g ആണെങ്കിൽ, ടൈം പീരീഡും √g ആണെങ്കിൽ അവര് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നോക്കിയാൽ മതി കേട്ടോ. 1/√g ആയിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. യൂസ് യുവർ കോമൺ സെൻസ് കേട്ടോ. 1/√g ആയിട്ട് അവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. വെറും g ആയിട്ട് എടുക്കുമ്പോൾ √g ആയിട്ട് എടുക്കുമ്പോൾ അവർ എന്താണ് മക്കളെ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അപ്പോ ഇതാണ് അവർ രണ്ടുപേരുടെയും ആ ഗ്രാഫുകൾ കേട്ടോ. അപ്പൊ ടൈം പീരീഡിന്റെ ഗ്രാഫുകൾ ലെങ്ത്തുമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായിട്ടുള്ള ഗ്രാഫുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ആക്സലറേഷൻ ഡ്യൂ ഗ്രാവിറ്റി വന്നിട്ടുണ്ട് അല്ലെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വന്ന കാരണം കൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള സാധനം വന്ന കാരണം കൊണ്ട് ജിയുടെ വാല്യൂ എവിടെയൊക്കെ മാറുന്നുണ്ടോ അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ, ടൈം പീരീഡിന്റെ ഇക്വേഷൻസിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ പെൻഡത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷനിൽ മാറ്റം വരുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള എക്സാമ്പിൾ ലിഫ്റ്റ് ആണ്. ലിഫ്റ്റ് ഒക്കെ നമ്മൾ കുറെ തവണ പഠിച്ച് മടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ലിഫ്റ്റ് ആണ്. അപ്പൊ ലിഫ്റ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക, നമ്മളൊരു സിമ്പിൾ പെൻഡം വെച്ചു എന്ന് വിചാരിക്കുക. ആൻഡ് ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ എ. ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്വേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ എ വരുമ്പോൾ മക്കളെ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π√L/g+a. നമ്മൾ പഠിപ്പിച്ച മുകളിലേക്ക് പോകുമ്പോ g+a. ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു മക്കളെ, എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്, എ താഴേക്ക് വരികയാണെങ്കിൽ, എ ആക്സലറേഷനിലേക്ക് അവർ താഴേക്ക് വരികയാണെങ്കിൽ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π√L/g−a. മൂന്നാമത്തെ കേസ് എന്താ, ലിഫ്റ്റ് ഈസ് ഇൻ ഫ്രീ ഫോൾ അല്ലെ. ലിഫ്റ്റ് ഫ്രീ ഫോൾ ആണെങ്കിൽ, ലിഫ്റ്റ് പൊട്ടി വീഴുകയാണെങ്കിൽ മക്കളെ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π√L/0. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് g 0 ആയിരിക്കും, ഇഫക്റ്റീവ് ആക്സലറേഷൻ 0 ആയിരിക്കും അല്ലെ പൊട്ടി വീണ സമയത്ത്. സോ ടൈം പീരീഡ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി, ഡസ് നോട്ട് ഓസിലേറ്റ്. ആ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുകയില്ല. അപ്പൊ ഫ്രീ ഫോൾ വരുന്ന കേസിൽ ഇഫക്റ്റീവ് ആക്സലറേഷൻ ഇല്ല, അപ്പൊ ഓസിലേറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് സാറ്റലൈറ്റിൽ മക്കളെ. സാറ്റലൈറ്റില് ഇഫക്റ്റീവ് ആക്സലറേഷൻ എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. സോ ഡസ് നോട്ട് ഓസിലേറ്റ്. അപ്പൊ സാറ്റലൈറ്റിന്റെ അവിടെ പോയിട്ട് ഓസിലേറ്റ് ചെയ്യില്ല. ഫ്രീലി ഫോളിംഗ് ലിഫ്റ്റിൽ ഓസിലേറ്റ് ഇല്ല. മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റില് 2.√L/g+a, താഴേക്ക് വരുന്ന ലിഫ്റ്റില് 2.√L/g-a. മക്കളെ ഇത് നോട്ട് ചെയ്യാം. യെസ്, ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു കാർട്ട് കേട്ടോ, ഒരു കാർട്ട് ഹൊറിസോണ്ടൽ ആക്സലറേഷൻ എയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നു മക്കളെ, ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ ഇഫക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് മക്കളെ √g²+a² ആണ്. ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഒരു കാർട്ടിന്റെ ഉള്ളില് ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ √g²+a² എന്നാണ്. ടൈം പീരീഡ് ഇക്വേഷൻ 2π√L/g ഇഫക്റ്റീവ് എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ g ഇഫക്റ്റീവ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഒരു കാർട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇഫക്റ്റീവ് ആക്സലറേഷൻ √g²+a² എന്ന് പറയുമ്പോൾ കാർട്ടിന്റെ ആക്സലറേഷൻ അതിവിടെ കണ്ടുപിടിച്ച് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ റൂട്ടുണ്ട് കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളോ. യെസ്, അങ്ങനെ മുമ്പിലോട്ട് പോകുന്ന ഒരു കാർട്ടിന്റെ ഉള്ളിൽ നമ്മളെ സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ബാക്കിലോട്ടാണ് നിൽക്കുക.
ഇങ്ങനെ കുറച്ച് ബാക്കിലോട്ട് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ കാർട്ട് മുമ്പിലോട്ട് പോവാണെങ്കിൽ സിമ്പിൾ പെൻഡുലം ബാക്കിലോട്ട് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഈ ആംഗിൾ തീറ്റ, ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ടാൻ തീറ്റ ഈക്വൽ ടു എ ബൈ ജി വെച്ച് നമുക്ക് ആ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈക്വൽ ടു എ ബൈ ജി. ശ്രദ്ധിച്ചോളാം, ആ ആംഗിൾ വരെ ചോദിക്കാറുണ്ട്. സോ ടാൻ തീറ്റ ഈക്വൽ ടു എ ബൈ ജി ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ, ഒരു ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ ആംഗിൾ. ഇനി അതേപോലെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ, ഇതൊക്കെ ചോദിക്കാം. ഇൻക്ലൈൻ പ്ലെയിനിൽ ഇതേപോലെ ഒരു കാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇൻക്ലൈൻ പ്ലെയിനിൽ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൈൻ പ്ലെയിനിൽ അവിടെ നിൽക്കാന്ന് വിചാരിക്കാം. സോ ടൈം പീരീഡ് ടി ഈക്വൽ ടു, ആ കേസിൽ മക്കളെ എൽ ഡിവൈഡഡ് ബൈ ജി കോസ് തീറ്റ. ടൈം പീരീഡ് ടി ഈക്വൽ ടു ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുന്ന, കേട്ടാ, ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇൻക്ലൈൻ പ്ലെയിനിൽ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, മൂവ് ചെയ്യുന്ന ടൈം പീരീഡ് ഇക്വേഷൻ ടി ഈക്വൽ ടു 2 എൽ ഡിവൈഡഡ് ബൈ ജി കോസ് തീറ്റ എന്നാണ് ഇക്വേഷൻ, കേട്ടാ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. യെസ്, അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, നോട്ട് ചെയ്യാം. യെസ്, ഇനി ഈ സിമ്പിൾ പെൻഡുലം അറ്റ് എ ഹൈറ്റ് എച്ച്, അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിൽക്കുന്ന സിമ്പിൾ പെൻഡുലാണെങ്കിൽ മക്കളെ ഒന്നുമില്ല, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടൈം പീരീഡ് ടി ഈക്വൽ ടു പൈ റൂട്ട് എൽ ഡിവൈഡഡ് ബൈ ജി, അല്ലെങ്കിൽ ഏത് ഹൈറ്റിലെ എച്ച് ഹൈറ്റിലാണെങ്കിൽ ആ എച്ച് ഹൈറ്റിലെ ജി എഴുതുക, ജി അറ്റ് എച്ച് ഹൈറ്റ്. അപ്പോ സർഫസിൽ നിന്ന് എച്ച് ഹൈറ്റിൽ നിൽക്കുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ സിമ്പിൾ ആണ്, 2 പൈ റൂട്ട് എൽ ഡിവൈഡഡ് ബൈ ഏത് ഹൈറ്റിൽ ആണോ സിമ്പിൾ പെൻഡുലം നിൽക്കുന്നത് ആ ഹൈറ്റിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. അതിൽ ജി അറ്റ് എച്ച് ഹൈറ്റ് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പറഞ്ഞതാണ്, ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ് ജി എച്ച്. അപ്പൊ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ജി എം ഇ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഫോർമാറ്റില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് വേണം ഇവിടെ എഴുതാൻ. ക്ലിയർ ആയല്ലേ? ഇനിയിപ്പോ സിമ്പിൾ പെൻഡുലം അറ്റ് ഡെപ്ത്, ഡെപ്തിലാണെങ്കിൽ മക്കളെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് ഡി ഡെപ്ത്. സോ ഡി ഡെപ്തിലെ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി നമ്മൾ പഠിപ്പിച്ചതാണ് മക്കളെ ജി ഇൻറ്റു ആക്സലറേഷൻ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ജി എസ് ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇതൊക്കെ വെച്ചിട്ട് ചോദ്യം വരാറുണ്ട് കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളൂ. 1 മൈനസ് ഡി ബൈ ആർ. അപ്പൊ ഹൈറ്റിലും കിട്ടി, എന്തിലും കിട്ടി, ഡെപ്തിലെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. ആക്സലറേഷൻ ആക്സലറേഷൻ മാറുന്നു, അപ്പൊ അതിനനുസരിച്ച് എന്ത് മാറുന്നു മക്കളെ, ടൈം പീരീഡില് മാറ്റം സംഭവിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് സിമ്പിൾ പെൻഡുലം ഓഫ് കമ്പാരബിൾ ലെങ്ത്. സിമ്പിൾ പെൻഡുലം ഓഫ് കമ്പാരബിൾ ലെങ്ത്. കമ്പാരബിൾ ലെങ്തിലുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ, കമ്പാരബിൾ ലെങ്തിലുള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്വേഷൻ വളരെ ചെറിയ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്വേഷൻ 2 പൈ റൂട്ട് എൽ ബൈ ജി എന്ന് പറയുന്നത് വളരെ ചെറിയ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെയാണ്. ഇനി അത്യാവശ്യം ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 പൈ ഇൻറ്റു എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ആർ ഇൻറ്റു ജി. So this is the equation of a simple pendulum of comparable length. കേട്ടോ, 2 പൈ റൂട്ട് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ആർ ഇൻറ്റു ജി. മക്കളെ ഇപ്പോ സപ്പോസ് ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. മക്കളെ റേഡിയസ് ഓഫ് എർത്തിന് ഈക്വൽ ഉണ്ടാകുന്ന വിചാരിക്കുക. അപ്പൊ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം റേഡിയസ് ഓഫ് എർത്തിന് ഈക്വൽ ആണെങ്കിൽ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ, അല്ലെ, എല്ലും ആറും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർ ഇൻറ്റു എൽ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r into g. L plus r എന്ന് പറയുമ്പോൾ 2r into g. മക്കളെ ഒരു ആധാരം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ 2 പൈ into root of r divided by 2g. ഇതാണ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം whose length is equal to radius of earth. ക്ലിയർ ആയില്ലേ? യെസ്. ഇനിയിപ്പോ ഇൻഫൈനൈറ്റ് ലെങ്ത് ആണെന്ന് വിചാരിക്കാം. ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള പെൻഡുലം, വളരെയധികം ലെങ്ത് ഉള്ള പെൻഡുലം, അതായത് ലെങ്ത് ഓഫ് പെൻഡുലം ഈസ് മച്ച് 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 ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് എർത്ത്. ലെങ്ത് ഓഫ് പെൻഡുലം റേഡിയസ് ഓഫ് എർത്തിനേക്കാൾ വളരെ 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 എന്താണ് മക്കളെ കൂടുതലാണ് എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വരും, ടൈം പീരീഡ് ടി ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ആർ ഇൻറ്റു ജി. എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ആർ ഇൻറ്റു ജി എന്നാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചു ജനറൽ ഇക്വേഷൻ. അതില് എൽ വളരെ വളരെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വലുതാണെന്ന് പറഞ്ഞത്. അപ്പൊ ആർ വളരെ ചെറുതാണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ആർ ഹിയർ. നമുക്ക് ഈ ആറിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, കാരണം പ്ലസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആറ് വളരെ ചെറുതാണ് മക്കളെ. അപ്പൊ ആറ് വളരെ ചെറുതാകുന്ന സമയത്ത് അഡീഷണലെ ആറിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം.
അപ്പൊ ഇവിടെ L വരും. ഈ L വെട്ടി കളഞ്ഞാൽ ടൈം പീരീഡ് T ഈക്വൽ ടു പൈ റൂട്ട് R/G എന്ന് വരും. അതെന്ന് പറയുമ്പോൾ 84.6 മിനിറ്റ് ആണ്. അപ്പോ ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ടൈം പീരീഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 2.√R/G ആണ്. അത് എത്ര മക്കളെ? 84.6 മിനിറ്റ് ആണ്. അപ്പോ ഇതാണ് കമ്പയറബിൾ ലെങ്ത് ഉള്ള ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. കമ്പയറബിൾ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ 2.√L/R/L+R/G ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. ഇനി അടുത്തത് സിമ്പിൾ പെൻഡുലം ഇൻ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ സിമ്പിൾ പെൻഡുലം വെച്ചിരിക്കുന്നു. ഇതൊക്കെ ചോദ്യാട്ടോ മക്കളെ. ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ സിമ്പിൾ പെൻഡുലം വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ സിമ്പിൾ പെൻഡുലം വെക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് പറയാം. നമുക്ക് ഒരു ലിക്വിഡില് നമ്മൾ ഒരു ബീക്കറിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് എടുത്തു. അതിൽ നമ്മൾ ഒരു ബോബ് ഇറക്കി വെച്ചു. ഇതാണ് ബോബ്, ഇതാണ് സിമ്പിൾ പെൻഡുലം. And this simple pendulum is oscillating, and this bob is oscillating inside this fluid. മക്കളെ ഫ്ലൂയിഡിൽ കിടന്നിട്ട് ബോബ് ഓസിലേറ്റ് ചെയ്യുന്നു. ഈ ഫ്ലൂയിഡിൽ വെക്കുമ്പോൾ എന്ത് പ്രത്യേകത ഉണ്ടാവും അറിയോ? ഒരു ബോയിന്റ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബോയിന്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് എവിടേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും മക്കളെ? താഴേക്കാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ വെയിറ്റിന്റെ ഒരു ഭാഗം എന്ത് സംഭവിക്കും? ബോയിന്റ് ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് കളയും അല്ലെ? വെയിറ്റിന്റെ ഒരു ഭാഗം ബോയിന്റ് ഫോഴ്സ് എന്ത് ചെയ്ത് കളയും മക്കളെ? ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ അവിടുത്തെ ഇഫക്റ്റീവ് ജിയിൽ എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. കാരണം ക്യാൻസൽ ചെയ്ത് കളയാ ചെയ്യണം. ബോയിന്റ് ഫോഴ്സ് മുകളിലേക്കാണ്, വെയിറ്റ് എവിടേക്കാണ് മക്കളെ? താഴേക്കാണ്. അപ്പൊ ഇഫക്റ്റീവ് ജി എന്ന് പറയുന്നത് മറ്റേ കുറച്ച് എന്ത് സംഭവിക്കും മക്കളെ? കുറവ് സംഭവിക്കും കേട്ടോ. ചെറുതായിട്ട് കുറവ് സംഭവിക്കും. അപ്പൊ ഇഫക്റ്റീവ് ജിയുടെ ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഇഫക്റ്റീവ് ജി ഈക്വൽ ടു G in air, അതായത് സർഫസിലുള്ള പുറത്തുള്ള G into 1 minus density of fluid by density of object. ഇത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് കേട്ടോ മക്കളെ. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഇത് ഒബ്ജക്റ്റ് ആ ബോബിന്റെ ഡെൻസിറ്റി. യെസ്, ഇതാണ് G effective. G into 1 minus density of fluid by density of object. So time period equation എന്താ വരിക മക്കളെ? 2π√L divided by effective G, അതായത് G into 1 minus density of fluid by density of object. ഇതാണ് ടൈം പീരീഡ് ഇൻ വിസ്കസ് ഫ്ലൂയിഡ് കേട്ടോ. ടൈം പീരീഡ് ഇൻ എയർ എന്താ വരിക? ടൈം പീരീഡ് ഇൻ എയർ ഒന്നും പേടിക്കേണ്ട. 2π√L divided by G. വാക്വത്തിലുള്ള എയറിന് ഇപ്പോ വലിയ കാര്യമായിട്ടുള്ള ബോയിന്റ് ഫോഴ്സ് ഇല്ല നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാക്വത്തിലുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ എയറിലുള്ള ടൈം പീരീഡ് ഈക്വൽ ടു 2.√L by G കേട്ടോ. ഇവിടെ എന്താ വരിക? ഇത് വിസ്കസ് ഫ്ലൂയിഡിനുള്ളിൽ ടൈം പീരീഡ് ഇൻ ഫ്ലൂയിഡ് 2.√L divided by G into 1 minus density of fluid by density of object. ഇതൊന്നും എന്ത് ചെയ്യണം മക്കളെ? നോട്ട് ചെയ്ത് വെക്കണം. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ സിമ്പിൾ പെൻഡുലമിന്റെ ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ നമ്മൾ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഇഫക്റ്റീവ് ജി ഈക്വൽ ടു കുറയാണ് ചെയ്യുക. എന്തുകൊണ്ടാ കുറയണേ? അത് നിങ്ങൾ നോക്കി വെച്ചാൽ എന്തുകൊണ്ടാ കുറയണേ? കുറയാനുള്ള കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ബോയിന്റ് ഫോഴ്സ് എന്തുണ്ട്? മുകളിലേക്കുണ്ട്. അതാണ് 1 മൈനസ് വരാനുള്ള കാരണം. G into 1 minus density of fluid minus density of fluid by density of object. ഇതാണ് സിമ്പിൾ പെൻഡുലമിന്റെ ഫ്ലൂയിഡ്. ക്ലിയർ അല്ലേ? യെസ്, നോട്ട് ചെയ്തോളൂ. യെസ്, ഇനി നമ്മൾ അടുത്ത് നോക്കാം. അടുത്ത് നോക്കേണ്ടത് എന്താ മക്കൾ? നോക്കൂ, ഒരു സിമ്പിൾ പെൻഡുലുണ്ട്. ഓക്കെ, സിമ്പിൾ പെൻഡുലുണ്ട്. ഇവിടെ നമ്മളൊരു വെറൈറ്റി പറയാണ് മക്കളെ. ഈ സിമ്പിൾ പെൻഡുലത്തുമ്മ ചാർജ് കൊടുത്തിരിക്കുന്നു. ഒരു പ്ലസ് ചാർജ് കൊടുത്തിരിക്കുന്നു, പ്ലസ് Q കൊടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് മക്കളെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. സോ എന്നിട്ട് ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കുന്നു. സോ വാട്ട് ഇസ് എ ടൈം പീരീഡ്? ചോദ്യം വരാം കേട്ടാ, എത്രയാണ് ടൈം പീരീഡ്? അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചാർജും ഇലക്ട്രിക് ഫീൽഡും വരുമ്പോ അപ്പൊ തന്നെ അവിടെ ഫോഴ്സ് ഉണ്ടാവും മക്കളെ. ഫോഴ്സ് ഈക്വൽ ടു QE നമ്മൾ പഠിച്ചിട്ടുണ്ട്. F equal to QE. ചാർജും ഇലക്ട്രിക് ഫീൽഡും വരുമ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ടാവും. F equal to QE. ആ ഫോഴ്സ് എവിടേക്ക് ഉണ്ടാവും മക്കളെ? മുകളിലേക്ക് ഉണ്ടാവുക. കാരണം എന്താ? ഈ ചാർജ് പ്ലസ് ആണ് അല്ലെ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടില്ല. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാ, അപ്പൊ ഫോഴ്സ് മുകളിലോട്ടാ. അപ്പോ ഫോഴ്സ് F equal to QE. ആക്സലറേഷൻ is equal to QE by M അല്ലെ? ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സലറേഷൻ. യൂസ് യുവർ കോമൺ സെൻസ്. അപ്പൊ ആക്സലറേഷൻ എത്രയാണ് മക്കളെ? QE by M. ഓക്കെ, റൈറ്റ് ആണല്ലോ. ഇനി അതിന്റെ വെയിറ്റ് എവിടേക്ക് ഉണ്ടാവുക? വെയിറ്റ് mg താഴേക്ക് ഉണ്ടാവുക. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മുകളിലേക്കാണ് മക്കളെ. അപ്പൊ നെറ്റ് ഇഫക്ട് എന്താ ചെയ്യുക? കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക. യൂസ് യുവർ കോമൺ സെൻസ്. കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക. mg താഴേക്കുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മുകളിലേക്ക് ആവുമ്പോ മക്കളെ നെറ്റ് ആക്സലറേഷൻ എന്താ വരിക? നെറ്റ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ G മൈനസ് ആണ് വരിക. കാരണം ഒരാൾ G താഴേക്കും മറ്റേ ഈ ഫോഴ്സിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ആക്സലറേഷൻ മുകളിലേക്കാണ്. സോ G മൈനസ് QE by M. സോ ദിസ് ഈസ് G നെറ്റ് കേട്ടോ. G മൈനസ്
QE by M. Our time period T equal to 2 pi root of L divided by effective G effective. That's the substitute. Clear ആയില്ലേ? അപ്പോ ഇവിടെ G താഴേക്കും ഈ ആക്സിലറേഷൻ QE by M ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ആക്സിലറേഷൻ മുകളിലേക്ക് ആയതുകൊണ്ട് മൈനസ് ചെയ്തു. യെസ്, ഇനിയിപ്പോ ഇലക്ട്രിക് ഫീൽഡ് താഴേക്ക് ആയിരുന്നെങ്കിലോ മക്കളെ, അതുകൂടി നിങ്ങൾക്ക് പറയാലോ. ഇഫ് ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ഡൗൺവേർഡ് ആക്ഷൻ, ഇവിടെ എന്ത് വരും മക്കളെ? പ്ലസ് വരും. ഞാൻ എഴുതുന്നില്ല, പ്ലസ് വരും. കാരണം എന്താ? ജിയും താഴേക്കാണ്, ഈ QE by M എന്ന് പറഞ്ഞ ആക്സിലറേഷൻ എവിടേക്കാണ് മക്കളെ? താഴേക്കാണ്. അപ്പൊ അത് ഇഫക്റ്റീവ് വരുമ്പോ G പ്ലസ് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ബോബിന് ചാർജ് കൊടുത്തിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ വെച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ് ഇക്വേഷൻസ് നമ്മളോട് ചോദിക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? നോട്ട് ചെയ്യാം. മക്കളെ, ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ച് മറ്റൊരു കാര്യം നോക്കാം. അതായത് സിമ്പിൾ പെൻഡുലം നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ്ങിന്റെ അറ്റത്ത് എന്തുണ്ടാവും മക്കളെ? ഒരു ബോബ് വെച്ചിട്ടുണ്ടാവും. ഇതാണ് സിമ്പിൾ പെൻഡുലം അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇപ്പൊ നമ്മള് ഒരു ടെമ്പറേച്ചർ കൂട്ടുക എന്ന് വിചാരിക്കുക. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ലീനിയർ എക്സ്പാൻഷൻ എന്നുള്ള സാധനം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ത് സംഭവിക്കും മക്കളെ? ഇൻക്രീസ്ഡ് ആവും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ടൈം പീരീഡിൽ എന്ത് വരും? ചേഞ്ച് വരും. അപ്പൊ എത്രയാണ് ആ ചേഞ്ച് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാൻ പോണേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സാധാരണ ടൈം പീരീഡ് ഇക്വേഷൻ എഴുതാം. 2 pi root L divided by G. അപ്പൊ സാധാരണ ടൈം പീരീഡ് T equal to 2 pi root L divided by G. When we increases the temperature by delta T, നമ്മൾ ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ വെച്ചോ, ഈ ടൈം T ആയിട്ട് കൺഫ്യൂഷൻ വേണ്ട. So when we increase the temperature by delta theta, so when we increase the temperature by delta theta, മക്കളെ ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്യും മക്കളെ? കൂടും. അപ്പൊ അവിടുത്തെ പുതിയ ടൈം പീരീഡ് T ഡാഷ് മക്കളെ, T ഡാഷ് ഈസ് ഈക്വൽ ടു 2 pi root of L dash by G. L dash എന്ന് പറയുമ്പോൾ പുതിയ ലെങ്ത് കേട്ടോ, ലെങ്ത് കൂടിയിട്ടുണ്ടാവും. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടാവും. വേണ്ട, നമുക്ക് ഇതിന്റെ റേഷ്യോ എടുക്കാം. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? T dash by T equals root of L dash by L എന്ന് കിട്ടിയിട്ടുണ്ടാവും. L dash by L എന്ന് കിട്ടും അല്ലെ. അപ്പൊ T dash by T equal to root of L dash by L. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് മക്കളെ. L dash is equal to പുതിയ ലെങ്ത് is equal to പഴയ ലെങ്ത് into 1 plus alpha delta theta. ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ലീനിയർ എക്സ്പാൻഷനിൽ. ന്യൂ ലെങ്ത് is equal to ഓൾഡ് ലെങ്ത് into അതായത് ഇനീഷ്യൽ ലെങ്ത് into 1 plus alpha delta theta. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് L ഡാഷിന് പകരം L into 1 plus alpha delta theta by L. മക്കളെ, ഈ L ലിമിറ്റ് പോകും. So T dash by T equals 1 plus alpha delta theta all raised to 1/2. ആദ്യത്തെ ടേബ് 1 വരികയും രണ്ടാമത്തെ ടേബ് 1നേക്കാൾ കുറവാവുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ പ്രകാരം it can be written as 1 plus half alpha delta theta. എന്താ ബൈനോമിയൽ എക്സ്പാൻഷൻ? ആദ്യത്തെ ടേം അതേപോലെ എഴുതാം, രണ്ടാമത്തെ ടേമിനെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പവർ എത്ര ഇവിടെ? 1/2. 1/2 കൊണ്ട് രണ്ടാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഡെൽറ്റ തീറ്റനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഹാഫ് ഇൻറ്റു ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആയില്ലേ മക്കളെ? യെസ്. ഇനി ഞാനിത് മാറ്റിയാണ്. യെസ്. അപ്പൊ നോക്കൂ, T dash by T dash by T equals 1 plus half into alpha delta theta എന്ന് കിട്ടും. മക്കളെ 1നെ എടുത്തു കഴിഞ്ഞാൽ T dash by T minus 1 is equal to half into alpha delta theta അല്ലെ, half into alpha delta theta. Then ഇനി മക്കളെ ഇത് ചെയ്യുമ്പോൾ T dash minus T divided by T equal to half into alpha delta theta. T dash minus T എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടൈം പീരീഡ് delta T by T equal to half into alpha delta theta. That is delta T by T എന്ന് പറയുമ്പോൾ മക്കളെ relative change in time period. So relative change in time period നമുക്ക് എന്ത് കിട്ടും? half into alpha delta theta എന്ന് കിട്ടും. Percentage change in time period കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? half into alpha delta theta into 100. അപ്പൊ റിലേറ്റീവിന്റെ കൂടെ എന്ത് ചെയ്യാം? into 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? പെർസെന്റേജ്
ചേഞ്ച് കിട്ടും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോ ടെമ്പറേച്ചർ കൂടുമ്പോ ഒരു സിമ്പിൾ പെൻഡലം ഇരിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സിമ്പിൾ പെൻഡലത്തിന്റെ ലെങ്ത് കൂടും. അതിനനുസരിച്ച് അവിടെ ടൈം പീരീഡിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് ചേഞ്ച് ഇൻ ടൈം പീരീഡ് ബൈ ഒറിജിനൽ ടൈം പീരീഡ് കേട്ടോ. ചേഞ്ച് ഇൻ ടൈം പീരീഡ് ബൈ ഇനീഷ്യൽ ടൈം പീരീഡ്, അതാണ് റിലേറ്റീവ് ചേഞ്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ ഡെൽറ്റ തീറ്റ. ഇനി പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇൻറ്റു 100 വെച്ച് ചെയ്യണം കേട്ടോ. മക്കളെ ഇത് നോട്ട് ചെയ്തോളൂ. യെസ് മക്കളെ, അടുത്ത ടോപ്പിക് നമുക്ക് സെക്കൻഡ്സ് പെൻഡലം എടുക്കാം. അടുത്ത ടോപ്പിക് സെക്കൻഡ്സ് പെൻഡലം. എന്താണ് സെക്കൻഡ്സ് പെൻഡലം എന്ന് പറയുമ്പോൾ, ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡലത്തിനെയാണ് നമ്മൾ സെക്കൻഡ്സ് പെൻഡലം എന്ന് വിളിക്കുന്നത്. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡലത്തിനെ നമ്മൾ സെക്കൻഡ്സ് പെൻഡലം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടൈം പീരീഡ് ഇക്വേഷൻ എഴുതി ടി ഈക്വൽ ടു പൈ റൂട്ട് എൽ ബൈ ജി. മക്കളെ ടി സ്ക്വയർ ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഇൻറ്റു റൂട്ട് എൽ ഡിവൈഡ് ബൈ ജി. റൂട്ട് പോകും. അപ്പോ 4 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി. മക്കളെ ടി നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം ടൈം സെക്കൻഡ്സ് പെൻഡലം ആണ്. സെക്കൻഡ്സ് പെൻഡലത്തിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. സോ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. സോ 4 പൈ സ്ക്വയർ എൽ ബൈ ജി എന്ന് വരും. മക്കളെ 4ഉം 4ഉം വെട്ടിപ്പോകും. സോ ജി ഡിവൈഡ് ബൈ പൈ സ്ക്വയർ ചെയ്ത എൽ കിട്ടും. ആൻഡ് ഈസ് ഈക്വൽ ടു 99.36 സെന്റിമീറ്റർ കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 meter. So what is the length of second pendulum? It is slightly less than 1 meter. Approximately 1 meter ആണ് നമുക്ക് എഴുതാം. അപ്പോൾ സെക്കൻഡ് പെൻഡലം എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് ടൈം പീരീഡ് ഉള്ള പെൻഡലം ആണ് മക്കളെ സെക്കൻഡ് പെൻഡലം. അതിന്റെ ലെങ്ത് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ, 1 മീറ്ററിന് അടുത്ത് അല്ലെങ്കിൽ 99.36 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ തന്നെ നമ്മുടെ സിമ്പിൾ പെൻഡലത്തിന്റെ പോർഷൻസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇഷ്ടം പോലെ പോയിന്റ്സ് നമ്മൾ സിമ്പിൾ പെൻഡലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് അത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കേസുകളുടെ ഓസിലേഷൻസിന്റെ ഇക്വേഷൻ നമുക്ക് പറയാം കേട്ടോ. അതുകൂടി നമുക്ക് ആവശ്യമുണ്ട് മക്കളെ. ജനറൽ കേസുകളുടെ സം അതർ എക്സാമ്പിൾസ് ഓഫ് SHM കേട്ടോ. കുറച്ച് വേറെ എക്സാമ്പിൾസ്. ഇപ്പൊ നമ്മൾ സ്പ്രിംഗ് സിസ്റ്റം കഴിഞ്ഞു, സിമ്പിൾ പെൻഡലം കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ രീതിയിൽ കാണാവുന്ന കുറച്ച് സിമ്പിൾ SHMന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ കൂടി നമുക്ക് നോക്കാം. റൈറ്റ്, ഇങ്ങനെ മക്കളെ ഒരു യൂട്യൂബ് എടുത്തു വെച്ചിരിക്കുന്നു. ആ യൂട്യൂബിൽ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ലിക്വിഡ് കോളം കിടന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, പൊന്തി താന്നും കിടക്കാം അല്ലെ. നമ്മളിപ്പോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം കാണാം ഇങ്ങനെ പൊന്തി താന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു ഓസിലേഷൻ നടക്കുന്നുണ്ട്. ആ ഓസിലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ 2π × റൂട്ട് h ബൈ ജി ആണ്. h എന്ന് പറയുമ്പോൾ ഒരു ലിംബിലെ height of the liquid column കേട്ടോ. height of the liquid column in 1 limb 2π × റൂട്ട് h ബൈ ജി. ഇത് ചോദിക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതേപോലെ ഒരു വെള്ളത്തിന്റെ ഉള്ളില് വെള്ളത്തിന്റെ ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ ഒരു കഷ്ണം കിടക്കുകയാണ് കേട്ടോ. അതിന്റെ അടിയിലുള്ള ലെങ്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ സബ്മർജ് ചെയ്തിരിക്കുന്ന ലെങ്ത് എല്ലാം ആണെങ്കിൽ ഇതിങ്ങനെ പൊന്തിയും താന്നും ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ, ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഓസിലേഷൻ ഇക്വേഷനും സിമ്പിൾ ആണ്, 2π × റൂട്ട് എൽ ബൈ ജി കേട്ടോ. അപ്പൊ ഇത് മരക്കട്ട ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഇത് യൂട്യൂബില് ലിക്വിഡ് ഓസിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പൊ 2 എക്സാമ്പിൾസ് ആയി കഴിഞ്ഞു. ഇനി നമ്മള് ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഇതൊരു എർത്താന്ന് വിചാരിക്കുക, അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഡയമീറ്ററിൽ കൂടെ നമ്മൾ എന്ത് വരച്ചു, ഒരു ടണൽ വരച്ചു അല്ലെങ്കിൽ ടണൽ പണിതു എന്ന് പറഞ്ഞാൽ കുഴിച്ച് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു മക്കളെ, ഒരു ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ താഴേക്ക് പോയി ഇവിടെ എത്തും. ഇവിടെ വീണ്ടും അത് മുകളിലേക്ക് പോകും. സോ അത് ഇങ്ങനെ ഡയമീറ്ററിൽ കടന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മക്കളെ, ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഓസിലേഷൻ ഇക്വേഷൻ 2π × റൂട്ട് r ഡിവൈഡ് ബൈ ജി. അപ്പൊ ഭൂമിക്കുള്ളിൽ ടണൽ പണിതിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു ബോഡി ഇട്ട് കഴിഞ്ഞാൽ ആ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഓസിലേറ്റ് ചെയ്യുന്ന SHM ആയിരിക്കും. അത് 2π × റൂട്ട് r ബൈ ജി ആണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതൊക്കെ നോക്കി വെച്ചോളാം. ഇനി അതേ സമയത്ത് ഇവിടെ സൈഡിലാണ് ടണൽ എന്ന് വിചാരിക്കുക. ഒരു ടണൽ നമ്മൾ സൈഡിൽ ഇങ്ങനെ പണിതു, എന്നിട്ട് ഇതിൽ കൂടെ ഒരു ബോൾ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ബോൾ ഇട്ട് കൊടുത്താലും ആ ബോൾ എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ, ഇങ്ങനെ കിടന്നിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഓസിലേഷന്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്. അപ്പൊ ഡയമീറ്ററിലൂടെ ടണൽ പണിതാലും ഒരു കോഡിൽ കൂടെ, അതായത് സൈഡിൽ കൂടെ ഒരു ടണൽ പണിതാലും ടൈം പീരീഡ് ഇക്വേഷൻസിൽ എന്ത് വരുന്നില്ല മക്കളെ, മാറ്റം വരുന്നില്ല. 2π × റൂട്ട് r ബൈ ജി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ 3 കേസുകൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തില്ലേ? യെസ്. ഇനി നമുക്ക് ഉള്ള കുറച്ച് 2-3 സ്പെഷ്യൽ കേസ് കൂടി പറയാനുണ്ട്. ഒരു ഹെമിസ്പെറിക്കൽ ബൗൾ എടുക്കുക. ഹെമിസ്പെറിക്കൽ ബൗൾ, അതിന്റെ റേഡിയസ് മക്കളെ ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു ഹെമിസ്പെറിക്കൽ ബൗൾ എടുക്കുക. അതിനുള്ളിൽ മക്കളെ ചെറിയൊരു സ്പിയർ വെക്കുക ഓഫ് റേഡിയസ് മോണോട്ടർ.
അപ്പോൾ ആ സ്പിയർ ഇതാ ഇങ്ങനെ പോയി ഇവിടേക്ക് പോകും, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. അപ്പൊ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കും മക്കളെ, ഓസിലേറ്റ് ചെയ്തോണ്ടിരിക്കും. അതിന്റെ ഓസിലേഷൻ ഇക്വേഷൻ ശ്രദ്ധിക്കുക, 2 ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ബൈ ജി. 2 ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ബൗളിന്റെ റേഡിയസ്, സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഈ ബോളിന്റെ, ഈ സ്പിയറിക്കൽ ബോളിന്റെ റേഡിയസ് ആർ മൈനസ് ആർ ബൈ ജി. 2 ഈക്വൽ 2 ആർ മൈനസ് ആർ ബൈ ജി എന്നുള്ള ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു ചേംബർ എടുത്തിരിക്കുന്നു മക്കളെ, ചേംബർ. ഓക്കെ, ചേംബർ എടുത്ത് വെച്ചിരിക്കുന്നു. ആ ചേംബറിൽ എന്ത് ചെയ്തിരിക്കുന്നു മക്കള്, നമ്മള് ഒരു പിസ്റ്റൺ വെച്ചിരിക്കുന്നു മക്കളെ, പിസ്റ്റൺ വെച്ചിരിക്കുന്നു. ഇതിന്റെ ഉള്ളിൽ മക്കളെ ഗ്യാസ് ഫിൽ ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ഗ്യാസ് ഫിൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള നമ്മൾ എന്തെടുത്തു, ഒരു ചേംബർ എടുത്തു, അതിലൊരു പിസ്റ്റൺ വെച്ചിരിക്കുന്നു, അതിനുള്ള ഗ്യാസ് വെച്ചിരിക്കുന്നു. ഇതാണ് ആ സിലിണ്ടറിന്റെ ഹൈറ്റ്, എച്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പിസ്റ്റൺ ഇതേപോലെ കടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും മക്കളെ. ആ ഓസിലേഷന്റെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പിസ്റ്റൺ ഓസിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 m into h മക്കളെ, m into h divided by p into a. m into h divided by p into a. കേട്ടോ, p എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ പ്രഷർ, h എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഹൈറ്റ്, m എന്ന് പറയുമ്പോൾ മാസ് ഓഫ് പിസ്റ്റൺ. കേട്ടോ, അതാണ് അറിയാത്തുണ്ടാവുള്ളൂ, മാസ് ഓഫ് പിസ്റ്റൺ. ഇതാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്യാസ് ചേമ്പറിനുള്ളിൽ ഗ്യാസ് വെച്ചിട്ട് ഒരു പിസ്റ്റൺ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പിസ്റ്റൺ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് കേട്ടോ, 2 m into h divided by p into a. യെസ്, ഇത് നോട്ട് ചെയ്യാം. ഇനി ഒരു കേസ് കൂടി നമുക്ക് പറയാനുണ്ട് മക്കളെ. ഒരു സ്ട്രിങ് വെച്ചിട്ടുണ്ട്, സ്ട്രിങ് വെച്ചിരിക്കുന്നു. ഒരു സ്ട്രിങ് ഓഫ് ഇനീഷ്യൽ ലെങ്ത് L ആണ്, ഓഫ് ഇനീഷ്യൽ ലെങ്ത് L ആണ്. നമ്മൾ ഈ സ്ട്രിങ്ങിനെ വലിച്ചു നീട്ടിയിട്ട് വിടുക കേട്ടോ. ഈ സ്ട്രിങ്ങിനെ വലിച്ചു നീട്ടാ വിടുക. വലിച്ചിടുമ്പോൾ എന്ത് സംഭവിക്കും, ഡീഫോർമേഷൻ സംഭവിക്കും, അതിന്റെ ലെങ്ത് കൂടും. അപ്പൊ അതിനുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ തിരിച്ചു വിടുമ്പോൾ എന്ത് സംഭവിക്കും, ആ സ്ട്രിങ് കിടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും മക്കളെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഓസിലേഷന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണം, 2 m into L divided by y into a. m into L divided by y into a. കേട്ടോ, m എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സ്ട്രിങ്, L എന്ന് പറയുമ്പോൾ ലെങ്ത്, y എന്ന് പറയുമ്പോൾ എക്സ് മോഡുലസ്, a എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മക്കളെ, ഈ രണ്ട് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം മക്കളെ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് എന്ത്, SH. ഓക്കെ, റൈറ്റ് മക്കളെ. ഇനി നമുക്ക് ഇതിന്റെ ഓസിലേഷന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവാം. അപ്പൊ അതില് ആദ്യം പറഞ്ഞത് മക്കളെ ഫ്രീ ഓസിലേഷൻ ആണ്. കുറച്ച് ടൈപ്പ് ഓഫ് ഓസിലേഷനെ കുറിച്ച് പറഞ്ഞു. ഫ്രീ ഓസിലേഷൻ, മെയിൻ ആയിട്ട് ഡാംപ്ഡ് ഓസിലേഷനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഫ്രീ ഓസിലേഷൻ പറയാം. എന്താ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ, ഒരു ബോഡി അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ, മീൻ പൊസിഷനിൽ ഇരിക്കാന്ന് വിചാരിക്കുക. ഒരു ബോഡി മീൻ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, അത് കടന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഓസിലേഷൻ ആരംഭിക്കും കേട്ടോ. അത് കടന്നിട്ട് ഓസിലേഷൻ ആരംഭിക്കും. അങ്ങനെയുള്ള ഓസിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഓസിലേഷൻ. അപ്പൊ ഒരു തവണ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുക, അതായത് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, അവരെ ഓസിലേഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും, തുടങ്ങി അവരെന്ത് ചെയ്തോണ്ടിരിക്കും, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത്തരം ഓസിലേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുക മക്കളെ, ഫ്രീ ആയിട്ടുള്ള ഓസിലേഷൻ എന്ന് വിളിക്കുക. അത്തരം ഓസിലേഷൻസിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഒന്നും കുറയില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തോണ്ടിരിക്കും, മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് അത്തരം ഓസിലേഷന്റെ പ്രത്യേകത. അപ്പൊ ആ ഓസിലേഷനിൽ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മക്കളെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുള്ളൂ. അപ്പോ ഫ്രീ ഓസിലേഷനിൽ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഓസിലേഷൻ ഇല്ല, അറിയാലോ, നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓസിലേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, മൈനസ് kx ആണ്. യെസ്, ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മക്കളെ നമുക്കറിയാം d²x/dt², അല്ലെ. ഈ x എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, ഫോഴ്സ് കിട്ടും. അപ്പൊ ഫോഴ്സിന് വരെ നമുക്ക് എന്ത് എഴുതാം, d²x/dt² പ്ലസ് kx ഈക്വൽ ടു എന്ത് എഴുതാം, 0 എഴുതാം. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എന്ത് മക്കളെ, ഫ്രീ ഓസിലേഷൻ. അവന്റെ ടൈം പീരീഡിലോ ഫ്രീക്വൻസിയിലോ ആംപ്ലിറ്റ്യൂഡിലോ ഒന്നും എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അത്തരം ഓസിലേഷൻസ് ആണ് ഫ്രീ ഓസിലേഷൻസ്. ക്ലിയർ ആയില്ലേ? അതൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഡാംപ്ഡ് ഓസിലേഷൻ. ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓസിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ഡാമ്പിംഗ് ഫോഴ്സുകളുടെ ഇഫക്ട് ചെയ്യാറുണ്ട്. എന്താ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സുകൾ, ഫ്രിക്ഷൻ, എയർ ഫ്രിക്ഷൻ, വിസ്കസ് ഡ്രാഗ്, അങ്ങനെയുള്ള നമുക്കിപ്പോ അറിയാം. നമ്മളിപ്പോ സാധാരണ വീട്ടിലൊരു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഊഞ്ഞാലിനെ ഒരു തവണ ആട്ടി വിട്ട് കഴിഞ്ഞാൽ
ഒരു തവണ നമ്മൾ ഊഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആട്ടി വിട്ട് ഞാൻ അതിങ്ങനെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കുറെ കഴിയുന്നോറും അവിടെ എയർ ഫ്രിക്ഷൻ ഉള്ള കാരണമുണ്ട്. ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് അതിനെ വിളിക്കുക മക്കളെ, ഫ്രിക്ഷണൽ ഫോഴ്സുകൾ. അപ്പൊ എയർ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് ഉള്ള കാരണമുണ്ട് ഈ ഊഞ്ഞാലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വന്ന അവസാനം അവര് നിൽക്കും. അത്തരം കൈൻഡ് ഓഫ് ഓസിലേഷൻസ് നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പൊ ഡാംപ്ഡ് ഓസിലേഷന്റെ പ്രത്യേകത ആംപ്ലിറ്റ്യൂഡ് continuously decreases and finally comes to rest. കേട്ടോ, അത്രേ ഉള്ളൂ. continuously decreases, finally come to rest. അപ്പൊ അവിടെ എന്തുണ്ടാവും മക്കളെ, അങ്ങനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ഉണ്ടാവും. അതായത് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആക്ട് ഉണ്ടാവും. ആ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ദ ബോഡി. അപ്പോ എത്ര വെലോസിറ്റിയിലാണോ ആ ബോഡി എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത്, ആ ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ് മക്കളെ എന്ത്, ഡാമ്പിംഗ് ഫോഴ്സ്. സോ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വി എന്ന് എഴുതാം. ബി എന്ന് പറയുമ്പോൾ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ് ബി എന്ന് പറഞ്ഞത്. മൈനസ് സൈൻ എന്താ കാണിക്കണേ, അത് വെലോസിറ്റിനെ കുറയ്ക്കുന്നവനാണ് ഡാമ്പിംഗ് ഫോഴ്സ് അല്ലെ. വെലോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക, സ്പീഡ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ ഡാമ്പിംഗ് ഫോഴ്സ് വെലോസിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഒപ്പോസ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിട്ട് മൈനസ് ബി നടക്കും. അപ്പൊ അവിടെ രണ്ട് ഫോഴ്സുകളായി, അത്തരം ഓസിലേഷനിൽ രണ്ട് ഫോഴ്സുകളായി. ഒരെണ്ണം അപ്പൊ അവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരെണ്ണം നമ്മുടെ ഏത് ഫോഴ്സ് ആണ്, കെ എക്സ് ആണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ഒരെണ്ണം റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് മക്കളെ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ലാതെ ഓസിലേഷൻ ഇല്ല. യൂസ് യുവർ കോമൺ സെൻസ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇല്ലാതെ മക്കൾ എന്തില്ല, ഓസിലേഷൻ ഇല്ല. അപ്പൊ ഒരെണ്ണം റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് മൈനസ് കെ എക്സ്, ഒരെണ്ണം ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ അവിടെ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡാംപ്ഡ് ഓസിലേഷനിൽ രണ്ട് ഫോഴ്സുകൾ, ഒന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സും ഒന്ന് എന്താ, ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ്, ഡാമ്പിംഗ് ഫോഴ്സ് മൈനസ് ബി വി ആണ്. അപ്പൊ ഫോഴ്സിന് നമുക്കറിയാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. എക്സ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോറി, ഇവിടെ നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മക്കളെ. ഇവിടേക്ക് നോക്കൂ, ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആക്സലറേഷൻ ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം ഇൻറ്റു ആണ് കേട്ടോ, അത് നമ്മൾ മിസ്സായി പോയതാണ്. എം ഇൻറ്റു ആണ്, എം എ ആണ്, എം ഇൻറ്റു ആണ് കേട്ടോ. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആക്സലറേഷൻ ആണ്, എം ഇൻറ്റു ആണ്. സോ അപ്പൊ ഇവിടെയും വേണം മക്കളെ എം ഇൻറ്റു. അപ്പൊ ഇത് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പൊ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എക്സ് മൈനസ് ബി. ഈ മൈനസ് കെ എക്സിനും മൈനസ് ബി എടുത്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് ബി വി ഈക്വൽ ടു 0 കേട്ടോ. പ്ലസ് കെ എക്സ് പ്ലസ് ബി വി ഈക്വൽ ടു എന്ത് വരും മക്കളെ, 0 വരും. ഞാൻ ഈ മുകളിലെ ഭാഗം ഫ്രീ ഓസിലേഷന്റെ ഭാഗം മാറ്റി അറിയണം. യെസ്, ഇനി നമുക്ക് ഇതിനെ അപ്പൊ ഈക്വൽ ടു എന്ത് വരും മക്കളെ, ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് മക്കളെ ബി വി. ബി ഇൻറ്റു വെലോസിറ്റി ആണ്, വെലോസിറ്റിക്ക് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഡിഫറൻഷിയേഷൻ ഓഫ് ഒരു ഡിഫറൻഷിയേഷൻ ചെയ്താൽ മതി അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വെലോസിറ്റി വരാൻ. അപ്പൊ ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഡാംപ്ഡ് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് ഡാംപ്ഡ് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംപ്ഡ് ഓസിലേഷൻ കേട്ടോ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എ ആണ് കേട്ടോ, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. യെസ്, അപ്പൊ ഡാംപ്ഡ് ഓസിലേഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. എന്താണ്? യെസ്, എം ഇൻറ്റു അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഡാംപ്ഡ് ഓസിലേഷന്റെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും മക്കളെ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി ടൈം എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് A0 എന്ന് കൊടുക്കാം. ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് അതായത് തുടക്കത്തിൽ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ് A0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ 2m സൈൻ ഒമേഗ ഡാഷ് ടി പ്ലസ് 5. സൈൻ ഒമേഗ ഡാഷ് ഇട്ടാ മക്കളെ പുതിയ ആംഗുലാർ ഫ്രീക്വൻസി വരുന്നുണ്ട് കേട്ടോ, ഒമേഗ ഡാഷ് പ്ലസ് ടി. അപ്പോ A0 ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഓരോ ടേംസ് പറഞ്ഞുതരാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എനി ടൈം ഈക്വൽ ടു A0 ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ്, ബി നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്, എം മാസ്, ടി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ടൈം, ഒമേഗ ഡാഷ് ന്യൂ ആംഗുലാർ ഫ്രീക്വൻസി, ന്യൂ ആംഗുലാർ ഫ്രീക്വൻസി ആണ് ഒമേഗ ഡാഷ് കേട്ടോ മക്കളെ. ഒമേഗ ഡാഷിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പഴയ ആംഗുലാർ ഫ്രീക്വൻസി, പഴയ അതായത് നാച്ചുറൽ മറ്റേ ഫ്രീ ഓസിലേഷന്റെ, അതായത് ഡാമ്പിംഗ് ഫോഴ്സ് ഒന്നുമില്ലാതെ ഫ്രീ ഓസിലേഷന്റെ മറ്റേ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ 0 സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2m ദ ഹോൾ സ്ക്വയർ കേട്ടോ മക്കളെ. നോക്കി വെച്ചോളൂ, ഇത് ഈ വാല്യൂ അതേപോലെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. സോ പുതിയ ഫ്രീക്വൻസി ഈക്വൽ ടു റൂട്ട് ഓഫ് പഴയ ഫ്രീക്വൻസി സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2m ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. പുതിയ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എ ഡാഷ്,
പുതിയ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു പഴയ ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ്, തുടക്കത്തിലുള്ളാവുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ e raised to minus bt divided by 2. നോക്കി വെച്ചോളൂ, e raised to minus bt divided by 2. സോ ന്യൂ ആംപ്ലിറ്റ്യൂഡ് മക്കളെ, പുതിയ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു പഴയ ആംപ്ലിറ്റ്യൂഡ് e raised to minus ആണ് കേട്ടോ. മൈനസ് വരുന്ന അർത്ഥം ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന അർത്ഥം. e raised to minus bt divided by 2m ആണ് നമുക്ക് എന്ത് വരുന്നത് മക്കളെ, പുതിയ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. ആൻഡ് പുതിയ എനർജി ഈക്വൽ ടു, നമുക്ക് ടോട്ടൽ എനർജി നമ്മൾ SHM പഠിച്ചിട്ടുണ്ട് മക്കളെ. ടോട്ടൽ എനർജി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് m omega square a square. ഓർമ്മയില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് m omega square a square എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയുക, പുതിയ ടോട്ടൽ എനർജി ഈക്വൽ ടു ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഹാഫ് m omega square a square എന്ന് പകരം ഇത് a0 സ്ക്വയർ e raised to minus bt divided by m. മക്കളെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ 2m ലെ 2 വെട്ടി പോയിണ്ടാവും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അതിൽ ഹാഫ് m omega square a0 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പഴയ എനർജിയാണ്. സോ പുതിയ എനർജി ഈക്വൽ ടു പഴയ എനർജി ഇൻറ്റു e raised to minus bt divided by 2m. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പുതിയ എനർജി ഈക്വൽ ടു പഴയ എനർജി ഇൻറ്റു e raised to minus bt 2m ഇല്ല bt divided by m കേട്ടോ. പുതിയ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു പഴയ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു e raised to minus bt divided by 2m. പുതിയ ആംഗുലർ ഫ്രീക്വൻസി ഈക്വൽ ടു പഴയ ആംഗുലർ ഫ്രീക്വൻസി സ്ക്വയർ മൈനസ് b by 2m ഹോൾ സ്ക്വയറിന്റെ റൂട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡാംപ്ഡ് ഓസിലേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം മക്കളെ, പഠിക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഓസിലേഷൻ എന്ന ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമുക്ക് വേവ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്തോളൂ, ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. റൈറ്റ്.